അപ്പൊ 187ാമത്തെ സ്റ്റേജ് ആണിത്. അത്രയും സ്റ്റേജുകളൊക്കെ പെർഫോം ചെയ്തു. സോ ഈ ഒരു എന്താ തോന്നുന്നത് നമുക്ക് റെഡ് കാർപ്പറ്റിൽ വന്നിട്ട്? സന്തോഷാണോ? ആണോ? മോള് ഇത്ര ചെറു പ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്, ഡാൻസ് ഒക്കെ ചെയ്തിട്ട് അതുകൊണ്ട് കിട്ടുന്ന പൈസ സാമൂഹ്യ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ അതെന്താണ്, അതിന്റെ സീരിയസ്നെസ് ഒക്കെ അറിയോ? അല്ല, ഞാൻ സ്കൂളിൽ ഡാൻസ് കളിക്കുമ്പോൾ നോട്ടുമാല തരുമായിരുന്നു. നോട്ടുമാല ഇടിക്കും? അല്ല, നോട്ടുമാല എനിക്ക് തരുമായിരുന്നു. അപ്പോൾ ഞാനത് എടുത്ത് സൂക്ഷിച്ചു വെച്ചേക്കുമായിരുന്നു. അപ്പോൾ സ്കൂളിൽ ചൈൽഡ് ഹെൽപ്പിൻ്റെ പിരിവിന് വന്നപ്പം അച്ഛനോടും അമ്മയോടും ഞാൻ ചോദിച്ചു അത് കൊടുത്തോട്ടെ എന്ന്. അപ്പോൾ പറഞ്ഞു കൊടുത്തോളാൻ. പിന്നെ വാർത്തയിൽ ക്യാൻസർ രോഗികളെ കുറിച്ച് വന്നപ്പം ഞാൻ ചോദിച്ചു ഇനി ഞാൻ ഡാൻസ് കളിക്കുന്ന പൈസ അങ്ങനെ കൊടുത്തോട്ടെ എന്ന്. അങ്ങനെ തന്നെ കൊടുത്തോളാം. ഇത്ര ചെറു പ്രായത്തില് അങ്ങനെ എന്തെല്ലാം വാങ്ങിച്ചു വെക്കാം, അത് മേടിക്കാം, ഇത് മേടിക്കാം. നമ്മൾ ഈ പ്രായത്തിലേക്ക് കുട്ടികൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും, അത് വേണം, ഡ്രസ്സ് വേണം, അങ്ങനെ വേണം. പക്ഷെ മോൾക്ക് അങ്ങനെ തോന്നിയത് ചിലപ്പോ അതൊരു ദൈവാനുഗ്രഹം. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഇപ്പൊ ഒരുപാട് സ്ഥലത്ത്, അതായത് ഒരുപാട് കേരളത്തില് ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ പോയി ഡാൻസ് ചെയ്ത് ഒരുപാട് പേരെ ഇവര് സഹായിക്കുന്നുണ്ട്. ഓ ശരി ശരി, അങ്ങനെയാണ്. നമുക്ക് അച്ഛനടുത്ത് ചോദിക്കാം എങ്ങനെയാന്നുള്ളത്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഇങ്ങനെ ഇപ്പൊ ചേട്ടനെ പോലെ ഇങ്ങനെ ഒരു മനസ്സ്, അതായത് സഹായിക്കണം എല്ലാവരെയും, നമുക്ക് കിട്ടുന്ന ഇതിനകത്തൊന്നും സഹായിക്കണം എന്നൊക്കെ തോന്നുന്ന അവര് എന്താണ് ചേട്ടൻ എപ്പ തൊട്ടുള്ള ഇതാണിത്? ഞാൻ കുഞ്ഞുനാളില് മാതാമൃതാനന്ദമയി ആശ്രമത്തിലെത്തിയതാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഇതുപോലെ മക്കളുണ്ടാകുമ്പോൾ അവർക്കെങ്കിലും അത് ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നി. അപ്പോൾ അത് ദൈവമായിട്ട് തന്നെയാണ് എൻ്റെ മകളെ. അപ്പോൾ അവൾക്ക് അങ്ങനെ തോന്നിയത് അമ്മയുടെ നിന്ന് കിട്ടിയൊരു നിധിയാണ് എനിക്ക് അവൾ. ഒത്തിരി നിരവധി ക്ഷേത്രങ്ങളിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വീടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ മോൾ RCC വന്ന് ഡാൻസ് ചെയ്ത് അത് പത്രക്കാർ ചാനലുകാരൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് മഠത്തിൽ ഷുക്കൂർ എന്ന് പറഞ്ഞൊരു ഏട്ടൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് വലിയൊരു കൊട്ടാരം പോലുള്ള ഒരു വീട് വെച്ച് തന്നു. ഞങ്ങൾക്ക് വീടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ മോൾക്ക് സത്യം പറഞ്ഞ ഒരു ചെലങ്കയും കൊണ്ട് വന്നതാണ് അവർ. ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഇന്ന് ഞങ്ങളൊരു കൊട്ടാരത്തിലാണ് കിടക്കുന്നത്. അല്ല, ചേട്ടൻ പറയുന്നതേ ഇന്ന് നമ്മൾ ആലോചിക്കുക, വലിയ കൊട്ടാരത്തിൽ കിടക്കുന്ന ആൾക്കാരും പറയും ഓ ഇനിയും ഞങ്ങളുടെ അത്ര വലിയ വീടൊന്നുമല്ല. ചേട്ടൻ ആ വീട് എന്തോ വലുതോ ചെറുതോ, പക്ഷെ അതൊരു കൊട്ടാരമായിട്ട് ചേട്ടൻ കാണുകയും ചേട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ചിപ്പിക്കുട്ടീനെ വലുതാവുമ്പോ, അതായത് ഒരു വലിയൊരു നർത്തകിയാക്കാൻ തന്നെയാണോ ആഗ്രഹം? അങ്ങനെയാണ് ആഗ്രഹം, പക്ഷെ നന്മ ചെയ്യണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതെ, നമുക്ക് കിട്ടിയ ഒരു കല കൊണ്ട് നമ്മൾ ഒരുപാട് പേരെ സഹായിക്കണം. ഇതുപോലെ ഒരു അച്ഛനുണ്ടെങ്കിൽ ആ സ്വഭാവം എന്തായാലും മകൾക്ക് കിട്ടാൻ. തീർച്ചയായിട്ടും മോളുടെ ഏറ്റവും വലിയ ഭാഗ്യം ഡാൻസോ പാട്ടോ എന്നതിലുപരി ഈ അച്ഛൻ തന്നെയാട്ടാ. അതിന് എൻ്റെ ടീച്ചറിനാണ് ഏറ്റവും വലിയ കടപ്പാട്. അവൾക്ക് ഫീസ് പോലും വാങ്ങാണ് എൻ്റെ മോളെ ഈ നിലയിൽ എത്തിച്ചത്. ഡാൻസ് ടീച്ചർ. അതെ, സാവിത്രി രാമചന്ദ്രൻ. അപ്പോൾ അതായത് നമുക്ക് കിട്ടുന്ന പൈസയ്ക്ക് പോലും പുതിയതൊന്നും വാങ്ങിക്കാൻ അവളുടെ കയ്യിൽ ഇല്ല പൈസ. പക്ഷെ അതെല്ലാം ടീച്ചർ വാങ്ങിച്ചു കൊടുക്കും. ഞങ്ങൾ കാണുന്നവരെല്ലാം ഞങ്ങൾക്ക് ദൈവങ്ങളാണ്. എല്ലാവരും എൻ്റെ മോളെ അനുഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അവൾക്ക് എല്ലാവർക്കും കൊടുക്കണമെന്നുള്ള അതിന് എനിക്ക് ദൈവം കഴിവ് തരണമെന്നേ പറയത്തുള്ളൂ. ഈ ലോകത്തെ നല്ല മനുഷ്യരില്ല എന്ന് കുറെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ പോരെ നല്ല മനുഷ്യർക്ക്, ഇതിനപ്പുറം വലിയൊരു ഉദാഹരണം എന്ത് വേണം അല്ലേ? വളരെ കുഞ്ഞാഗ്രഹങ്ങളും ഒരുപാട് വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ കിട്ടിയ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആണ് ചേട്ടൻ. എല്ലാം വന്നോളും ചേട്ടാ, മോളല്ലേ? ചേട്ടന്റെ പ്രാർത്ഥന, ചേട്ടന്റെ സപ്പോർട്ട് എല്ലാം ശരിയായിക്കോളും. അപ്പൊ ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ, അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് പെർഫോമൻസ് കണ്ടാലോ? റെഡി? റെഡി. ഓൾ ദി ബെസ്റ്റ്.